സമയം ഇപ്പോൾ ആണെങ്കിൽ 2 മണി. നല്ല ഉറക്കിൻ്റെ ഇടയിൽ നല്ല ദാവും കാര്യങ്ങളും വന്നിട്ട് ഒന്ന് വെള്ളം കുടിക്കാൻ വെച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം നേരെ പോയിട്ട് ഒന്ന് കടന്നുറങ്ങിയിട്ട് നേരെ എണിച്ചത് 8 മണിയായിരുന്നു. പിന്നെ പോയിട്ട് ഒന്ന് കുളിക്കും വേണം. നല്ല മടിയും കാര്യമൊക്കെ കൊണ്ട് കുളിക്കാൻ പോകാൻ നല്ല മടിയാണ്. അങ്ങനെ കുളിയും കാര്യമെല്ലാം പാസ്സാക്കിയതിന് ശേഷം സുബി നിസ്കരിച്ചിട്ട് വേണം ഒന്ന് കീയാൻ. അങ്ങനെ സുബി നിസ്കാരെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ റൂമിൽ നിന്ന് പോകുമ്പോൾ നല്ല ഉറക്കപ്പിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ലിഫ്റ്റിനടുത്തേക്കാണ് പോയത്. ലിഫ്റ്റ് ആണെങ്കിൽ ഭയങ്കര ലാഗും കാര്യങ്ങളും. അങ്ങനെ നേരെ താഴെത്തി കഴിഞ്ഞതിന് ശേഷം നേരെ ഷോപ്പിലൊക്കെ ഒരു 5 മിനിറ്റ് നടത്തുകൊണ്ട് എപ്പോൾ തിന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടത്. അതിലും കഴിഞ്ഞ് ഷോപ്പിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചായയും കൂടി എന്തെങ്കിലും പാസ്സാക്കിയേ പറ്റൂ. അതിലും കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഉറക്കം നേരവും. അപ്പം അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഒരു പിസയും കാര്യങ്ങളും തന്നുകൊണ്ട് അതും കൂടി കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള പറയാൻ. അപ്പോഴാണ് ഒരു കമ്പനി വന്നത്. ഈ കമ്പനി വന്ന പ്രശ്നമില്ല, ഇതിൻ്റെ ബാർ കുടൽത്താനാണ് ഏറ്റവും വലിയ ചൊറ. കുറേ സമയം ഇതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കച്ചറാടാൻ വേണ്ടി നേരെ ബാക്കിലേക്കാണ്. നേരെ കച്ചറ ചാടിയിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഷോപ്പിലൊക്കെ തന്നെ നേരെ വിടാന്ന് വെച്ചു. ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ച ഒരു ദിവസം നോക്കും. അങ്ങനെ ജുമാ നിസ്കാരം ഉണ്ടായിക്കൊണ്ട് നേരെ ഷോപ്പ് അടിച്ചിട്ട് വേണം ഒന്ന് റൂമിലേക്ക് പോകാൻ. അങ്ങനെ സൈക്കിൾ എടുത്ത് നേരെ റൂമിലേക്കാണ് ഇന്ന് വിട്ടത്. അങ്ങനെ റൂമിൽ പോയതിന് ശേഷം രണ്ടാളെ വിളിച്ചിട്ട് വേണം ഒന്ന് പള്ളിക്ക് പോകാൻ. അങ്ങനെ രണ്ടാളും വിളിച്ചതിന് ശേഷം നേരെ പള്ളിയിലേക്കാണ് ഞാൻ നേരെ വിട്ടത്. അങ്ങനെ ഒരു സൈഡ് കയറി തപ്പിൻ്റെ ശേഷം ലാസ്റ്റ് ഒരു സൈഡും കിട്ടി. അങ്ങനെ ജുമാ നിസ്കാരം വീടിന് പാസ്സാക്കിയതിന് ശേഷം നേരെ നിസ്കാരം കഴിഞ്ഞ് നേരെ വിടാന്ന് വെച്ചു. നേരെ പോകുന്ന സമയത്ത് തന്നെ ഒരു ലെവന് പൊരുത്തം കൊണ്ടുവന്നു. അതും കുടിച്ചതിന് ശേഷം നേരെ ഷോപ്പിലേക്കാണ് പോയത്. ഷോപ്പിന് തുറന്നതിന് ശേഷം നേരെ ഉള്ളിൽ പോയിട്ട് ഒന്ന് കുറച്ച് ഇരിക്കും വേണം. പുറത്തിറങ്ങി ചെറുങ്ങനെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലും കഴിഞ്ഞ് ഒരു ഉച്ച ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ സാധനം എടുത്ത് നേരെ ക്യാൻറ്റീനിലാണ് പോയത്. ഇന്നാണെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടായത്. ബാക്കി വീഡിയോ നാളെ ബായ്.